ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോക്കർ ടൈപ്പ് ചെയ്യാനായിട്ടാണ്. കുന്തൻ സ്റ്റോണുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇയറിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡ് ബേസ് വെച്ചിട്ട്. അപ്പം അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെയിന്, ബാക്ക് ചെയിനിന് വേണ്ടിയിട്ടാണ് ഫിഷ് ലോക്ക്, ഒരു ജംറിങ്, അതുപോലെ ഗിയർ വയർ 2 പീസ്, നമ്മുടെ കരിമണി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയ അതേ ബീഡ്സ്. ഇനി വേണ്ടത് സ്റ്റോപ്പറാണ്. ഗോൾഡൻ കളറിലെ സ്റ്റോപ്പറാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഗോൾഡൻ കളർ ഗിയർ വയർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസ് വേണം നമുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴുത്തിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് ചോക്കർ ടൈപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് കുടുങ്ങിക്കെടുക്കുന്ന ടൈപ്പാണ്. ഓവർ ലൂസായിട്ട് എടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 11 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ടാപ്പിൽ അളന്നതിന് ശേഷം 11 ഇഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നെക്കിൽ വെച്ച് നോക്കുക. അത്ര അളവ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. 10 ഇഞ്ച് മതി. പിന്നെ തുമ്പും എക്സ്ട്രാ 1 ഇഞ്ചും, അങ്ങനെ 11 ഇഞ്ച് മതി. അപ്പം ചെയിനിൽ ബാക്കിയുള്ള പീസിന് ഒരു കട്ട് ചെയ്തെടുക്കാം. 2 പീസ് വേണം. അതിന് ഓവർ ലെങ്ത് ഒന്നും വേണ്ട. നല്ലൊരു അത്യാവശ്യത്തിനൊരു വലിപ്പത്തിൽ ഒരു 5 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ മതി. അപ്പോൾ ഇതാ 2 ഗിയർ വയറും കൂടി നമ്മൾ ഈ ഒരു ചെയിനിൻ്റെ അറ്റത്ത് ഇട്ടിട്ട് ഇതാ ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 വയറും കൂടി ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഗിയർ വയർ കണക്ട് ചെയ്ത് കൊടുക്കാൻ. ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചല്ലോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഫുൾ ലോക്കായി. അവിടെ 2 ഗിയർ വയർ മടക്കി വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടി കയറും. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കരിമണി ഇട്ട് കൊടുക്കാം. ആദ്യം 2 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ഫസ്റ്റ് കരിമണി ഇട്ട് കൊടുക്കാൻ. ഒരു 6 ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ ഗിയർ വയറിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടില്ല. അത് നമുക്കറിയാം. നമ്മൾ ബീഡ്സിന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 6 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക. അതിന് സ്റ്റോപ്പർ നമ്മൾ പ്രസ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 വയറും സെപ്പറേറ്റ് ആക്കുക. സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഓരോരോ വയറിലും 4 ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുക. ലെയറുകളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കുന്തൻ സ്റ്റോണിന് കുറേ ഹോളുകൾ ഉണ്ടാകും. ചിലതിന് 3 ഹോളായിരിക്കും, ചിലതിന് ഈ ഒരു ടൈപ്പിന് ചുറ്റിലും ഹോളുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാലും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 6 ബീഡ്സ് ഇട്ട് അതിനുശേഷം ഒരു സ്റ്റോപ്പർ ഇട്ട് അത് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ 4 ബീഡ്സ് വീതം 2 ലെയറിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കാണുമ്പോൾ. ഇനി നമുക്ക് കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞു അതിന് ചുറ്റിലും ഹോളുകളുണ്ട്. അപ്പം ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കുക. ലെവലായി നിൽക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ പിന്നെയും ബ്ലാക്ക് ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആണോ എന്ന് നോക്കി ചെയ്യുക. ബാക്കോട്ട് മറിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ. കുന്തൻ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി സെപ്പറേറ്റ് ഗിയർ വയറിൽ 2 ബീഡ്സ് വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗിയർ വയറിൽ 2 എണ്ണം, അപ്പുറത്തെ ഗിയർ വയറിലും 2 എണ്ണം. അങ്ങനെ നമ്മൾ 2 ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ തുടർന്ന് പോവുക. അങ്ങനെ 5 കുന്തൻ സ്റ്റോണുകളാവുന്ന വരെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തു പോവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ വീണ്ടും ഒരു കുന്തൻ സ്റ്റോൺ ഇടും. വീണ്ടും 2 ക്രിസ്റ്റൽസ് വീതം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഒരു 5 സ്റ്റോണ് കുന്തൻ സ്റ്റോണ് വരുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മളിത് ഇത്രയും സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ 4 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കാം.
ഈ സ്റ്റോപ്പർ നമ്മൾ പ്രസ് ചെയ്യുന്നില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ടൈപ്പ് ക്രിസ്റ്റൽ ഉണ്ടല്ലോ ബ്ലാക്ക് കൊടുത്തിട്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ചെയ്തിട്ട് അത് വൃത്തിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ബീഡ്സൊക്കെ നല്ല കറക്റ്റാക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇനി 2 വയറും കൂടി ഒരുമിച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം. 6 ബീഡ്സ് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെയിനിൻ്റെ ബാക്കി ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത അത്രയും വലിപ്പം വേണ്ട. സെക്കൻഡ് പീസ് വെക്കുമ്പോൾ അത് കുറച്ച് ടൈറ്റായി കിടക്കുന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അത്. അപ്പം ചെറിയ പീസ് കട്ട് ചെയ്ത് ഒരു 3 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം സ്റ്റോപ്പർ ഇട്ടിട്ടുണ്ട്, അതിനുശേഷം ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി വരുന്ന ഈ പോർഷൻസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഏറ്റവും അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഗിയർ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. സ്റ്റോപ്പർ നമുക്ക് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ സെറ്റായി നമ്മൾ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പല ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഞങ്ങൾക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു ജംറിങ് കട്ട് ചെയ്തെടുക്കണം. അതിന് കൊളുത്ത് വെച്ചിട്ടില്ല. അപ്പം ഫിഷ് ലോക്കാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജംറിങ് നിങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ ആ ജംറിങ് വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ടൈപ്പിലല്ലാതെ ഫുൾ റിങ് ആയിട്ട് ജോയിൻ്റ് ഇല്ലാത്ത റിങ്സ് കിട്ടും. അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ അതാണ് ഈ അറ്റത്തൊക്കെ വെക്കാൻ നല്ലത്. പാദസരാണെങ്കിലും നെക്ലസുകൾക്കൊക്കെ ഫുൾ റിങ് ആയിട്ട് കിടക്കുന്നത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ ഈ ഫിഷ് ലോക്കും കൂടി അതിലേക്ക് വെച്ച് കൊടുത്ത് ചെയിനും കണക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്കർ ടൈപ്പ് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയക്കട്ടോ. എല്ലായിടത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അവിടെ നിങ്ങൾ ആ ചെറിയ ക്രിസ്റ്റൽ വെക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്ത്